ഇങ്ങോട്ടേക്ക് കണ്ണ് കണ്ണനെ എങ്ങനെ ഇരിക്കണേ? ഉമ്മ 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 സമയം ദേ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. വെളുപ്പിന് 5 മണി കഴിഞ്ഞതേ ഉള്ളേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണേ. കാരണം നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും നമുക്ക് ഒരുപാട് വലുതാണ് കേട്ടോ. അപ്പോൾ അതേ സൈഡിലത്തെ ലൈറ്റ് ഇന്നലെ കെടുത്താൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വെളിച്ചവേ. അപ്പോൾ ഞാൻ രാവിലെ ഈ സമയത്തൊന്നും എണീക്കാറില്ലല്ലോ. അപ്പോൾ ഇത്രയും വെട്ടം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നേ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോഴേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിമുത്താണെങ്കിൽ രാവിലെ തന്നെ എണീറ്റു. അതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോരാനുള്ള കാരണം, വേറെ ഒന്നുമല്ല. ഈ സമയത്തൊന്നും ഞാൻ എഴുന്നേക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിയായിരിക്കും ഉറങ്ങുന്നത്, മിക്കപ്പോഴും വൈകിയാണ് ഉറങ്ങുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും എന്താ പറയുക, ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണ് അലമ്പുണ്ടാക്കും, ഇടയ്ക്ക് കുഞ്ഞുണ്ണി അലമ്പുണ്ടാക്കും. അങ്ങനെ എല്ലാ ദിവസവും കൃത്യമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി രാവിലെ അങ്ങ് സുഖമായിട്ട് എണീറ്റ് പോരുക, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമ്മുടെ ജീവിതത്തിലേ ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങുന്നു, പിന്നെ ഒരു 6:30-7 മണിക്കുള്ളിൽ എപ്പോഴും തന്നെ എണീക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ 5 മണിയായപ്പോൾ എണീറ്റത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞുണ്ണിമുത്തിനാണെങ്കിലേ ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് എന്തൊരവസ്ഥയാണെന്നല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും പറയാറുണ്ട്, കുഞ്ഞുണ്ണിമുത്തിനെ സ്കൂളിൽ വിടുന്ന കാര്യം ഞാൻ മനസ്സിലാലോചിച്ച അതിൻ്റെ പിറ്റേന്ന് കുഞ്ഞുണ്ണിക്ക് പനിയോ ജലദോഷമോ വരുമെന്ന്. ഇത്തവണയും അതിന് മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അലർജിയുടെ ഒരു പ്രശ്നമൊക്കെ ചെറുതായിട്ട് ബോർഡർ ലൈനിലാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ മെഡിസിനൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് ഓക്കെ ആയി വന്നു. ഇന്നലെ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് തൊട്ട് സ്കൂളിൽ വിടാമെന്നേ. ദേ ഇന്നലെ രാത്രിയിൽ കുഞ്ഞുണിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. നല്ല ചുമയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. വല്ലാത്തൊരു ചുമ, ഒരുമാതിരി ശ്വാസം മുട്ട് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വലിച്ചേ. അങ്ങനെ ഇതുവരെയും കേട്ടിട്ടില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ വല്യമ്മയില്ലേ, നിങ്ങൾ ഇടയ്ക്ക് വീഡിയോയിൽ കാണാറില്ലേ കുഞ്ഞിനെ കൊണ്ട് മുത്തശ്ശിയാന്നൊക്കെ പറഞ്ഞിട്ട്, ആളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ട് പോലെ വലിക്കുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായേ. ഈശ്വര, ഹോമിയോ മരുന്ന് കൊടുത്ത് ഒരുവിധം ഒന്നും ആയി വന്നതായിരുന്നു. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കേണ്ട വരുമോ, കാരണം അപ്പോഴും തന്നെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നുപോയി. അങ്ങനെ വലിക്കുന്ന കണ്ടപ്പോഴേ പിന്നെ ചൂടുവെള്ളമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ആൾക്ക് ഉറക്കവും വരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അൻവിക്കുട്ടീനെയും കൂടി എണീപ്പിക്കണ്ട, കുഞ്ഞിനെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് അടുക്കളയിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് തീർത്തേക്കാം. എന്തായാലും ഇനി എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റൂല. ഉറങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ എണീക്കാനായിട്ട് വൈകും. അപ്പം തമ്മിലിന് സ്കൂളിൽ പോകണ്ടാണല്ലോ. അപ്പോൾ ആൾക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ക്ഷീണമായിരുന്നു കേട്ടോ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ കൊണ്ട് പുതപ്പിച്ചു. ഇനിയിപ്പോൾ അവിടെ കിടന്നാണേലും ഉറങ്ങട്ടെ, എന്നിട്ട് എടുത്തുകൊണ്ട് കിടത്താലോ എന്നൊക്കെ വിചാരിച്ചേ. അപ്പോൾ ടി വിയിൽ പാട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഭക്തിഗാനമൊക്കെ വെച്ച് കൊടുത്താൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കേട്ടോണ്ട് അങ്ങനെ കിടന്നോളൂ, ചിലപ്പോൾ അങ്ങ് ഉറങ്ങുകയും ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ പാട്ട് വെച്ചാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ അൻവിക്കുട്ടിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം തെളിഞ്ഞിട്ട് എണീറ്റ് വരും. അപ്പോൾ അൻവിമോളും കൂടി ഈ സമയത്ത് എണീറ്റ് വന്നിട്ട് നല്ല പണിയായിരിക്കും. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ അടുക്കളയിൽ തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അൻവിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നടക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ പതിയെ പാട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഭക്തശിരോമണികളാണ് കേട്ടോ. തമ്പുരു അത്രയും ഒന്നുമില്ല, കാരണം തമ്പുരുവിന് ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. ഞാനും കുഞ്ഞിലെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നേ. പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, പാട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭക്തിഗാനമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൻവിക്കുട്ടിക്കാണെങ്കിലും അതേ, നമ്മുടെ കണ്ണനെയൊക്കെ ടി വിയിൽ കാണുമ്പോഴത്തേനും തൊഴാൻ തുടങ്ങും കേട്ടോ. നമ്മളെന്താ പറയുക, മക്കൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ മക്കളും എന്താ പറയുക, അവരും ആ ഒരു രീതിയിലേക്കാണല്ലോ ആയി മാറുന്നതല്ലേ. നമ്മുടെ കോപ്പി ക്യാറ്റുകളാണ് മക്കളെന്ന് പറയുന്നത് വെറുതെ അല്ല. പിന്നെ തമ്പുരായിരുന്ന സമയത്ത് ചെറിയ പ്രായത്തിലൊക്കെ അവൾക്കും നല്ല എന്താ പറയുക ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയൊക്കെ എല്ലാം അറിയായിരുന്നേ. പക്ഷെ വലുതായി വന്ന സമയത്താണ് തമ്പുരുവിൻ്റെ ആ ഒരു വളർച്ചയുടെ നാഴികക്കല്ലുകൾ എന്ന് പറയാമല്ലേ, ആ സമയത്താണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മൾ ഈ നാട്ടിൽ നിന്നേ പോവേണ്ടി വന്നു. പിന്നെ അമ്പലമില്ല, പള്ളിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലുകൾ മാത്രമായി നമ്മുടെ ലൈഫ്. തമ്പുരുവിൻ്റെ ലൈഫും അങ്ങനെയേ മാറി മറിഞ്ഞു. കാരണം അവളും ആ സമയത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുക, കാരണം പോവാത്ത സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുപോലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഈ
ഓട്ടം തന്നെ ഓട്ടമായിരുന്നല്ലോ. കാരണം ആ സമയത്തുള്ള ആ ടെൻഷനും വെപ്രാളവും കുഞ്ഞിനെ ഒന്ന് നേരെയാക്കി എടുക്കുക, അല്ലെ അവൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക, അവൻ വളർച്ചയുടെ ആ ഒരു ഘട്ടത്തിലേക്ക് എല്ലാം ഒന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ള ചിന്തയോടു കൂടിയായിരുന്നു നമ്മൾ അന്നൊക്കെ ആ ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമില്ല, ദൈവം തീരുമാനിക്കണം, അല്ലെങ്കിൽ നമ്മളും ചെയ്തു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നും ചെയ്യണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും, കാരണം ഞങ്ങളുടെ മാക്സിമം നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞിനും മുത്തിനും ഒരു സമയമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയതാണേ. പാട്ട് കേട്ടാലും കുഴപ്പമില്ല, ആൾക്ക് ഉറക്കം വരുന്നതിന് ഉറങ്ങിക്കോളൂ. പക്ഷേ ലൈറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഉറക്കത്തിൻ്റെ ഒരു സുഖം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തലേന്ന് തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കൽ. എന്നാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. തമ്പുരാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്, കാരണം ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി കിടക്കും. അപ്പോൾ അവൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോയിക്കോളും. അപ്പോൾ വെള്ളം കുടിച്ച ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിനെ കൊണ്ട്, അച്ഛനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഈ രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ ഈ അടുക്കള ഇങ്ങനെ അടുക്കള എന്നല്ല മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ അന്നത്തെ ദിവസം പോയി എന്നറിയാം. അപ്പോൾ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ പിടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചു. അപ്പോൾ ഫ്രിഡ്ജ് മാത്രം ഇനി ഒന്ന് വൃത്തിയാക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു നല്ല സമയം വേണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവിക്കുട്ടിയാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുന്ന കേട്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് മാറത്തേയില്ല, ഭയങ്കര പാടാണ് കേട്ടോ ആൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് ഇറക്കി വിടാനായിട്ട്. അതിൻ്റെ അകത്ത് കയറിയിരിക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞേ, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അവൾക്ക് വലിച്ചു വാരി എടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് എനിക്കിനി ഒരു ദിവസം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ബാക്കിയുള്ള പണികളൊക്കെ അങ്ങ് തീർക്കാമെന്ന് വെച്ചു. കാരണം ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ എന്താണല്ലോ സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലൂമിങ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വ്യൂ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര വ്യൂ ഒന്നുമല്ല, നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല, ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ചാനലിൻ്റെ ഒപ്പം തന്നെ വ്യൂ അതിന് കയറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോ ഷോർട്സ് അങ്ങനെയല്ല, ഓരോ വീഡിയോയ്ക്കല്ല, മൊത്തത്തിലുള്ള വ്യൂ കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ പോയി നോക്കുമ്പോൾ അതിലും അത്രയും തന്നെ വ്യൂ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നല്ല പോലെ വ്യൂ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ച് വന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ആണ് വീഡിയോ ഇടലുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ കയറി പോവും, ഇടയ്ക്കൊക്കെ കയറി പോവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ആ ചാനലും ഒന്ന് കയറി വരുന്നത് ഒരു സന്തോഷം തന്നെയുള്ള കാര്യമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും വെറുതെ ഒന്ന് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. കാരണം ഇങ്ങനെയൊരു ലൈഫിൽ നിന്നിട്ട് അപ്പോൾ ഞാൻ അതും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇതിൽ കുറേ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. എന്നോട് ഇഷ്ടമുള്ളവരെല്ലാവരും തന്നെ അതിലും വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനും മുത്തിനെ മാത്രം ഇഷ്ടമുള്ള ആളുകളാണ് അങ്ങനെ വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല, എന്നാലും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലും എന്താ പറയുക, മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം വാച്ച് അവർ കയറണമെങ്കിൽ വാച്ച് അവർ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കയറുള്ളൂ. അപ്പോൾ അതൊക്കെ പതിയിട്ട് തുടങ്ങണം. അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് വിചാരിച്ചത് ഞാൻ ഈ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടാലോ എന്ന്. പക്ഷേ എനിക്കൊരു സത്യം പറഞ്ഞൊരു ഐഡിയ കിട്ടണില്ല കേട്ടോ, അതിലെന്താണ് ഇടേണ്ടതെന്ന്. ഇപ്പോൾ ഇതിലാണെങ്കിൽ തന്നെ നമ്മൾ കുഞ്ഞുണ്ണിമുത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടല്ലേ, കുഞ്ഞുണ്ണിക്കുട്ടനെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കുഞ്ഞുണ്ണിമുത്ത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞുണ്ണിമുത്തിനെ മെയിൻ കണ്ടൻ്റ് ആക്കി ഇടാനുള്ള ഒരു താല്പര്യം എനിക്കിപ്പോൾ ഇല്ലെന്ന്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അവന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്ന സമയത്തായിരിക്കും ഇതുപോലെയുള്ള വയ്യായികകളൊക്കെ വരുന്നത്. അതിപ്പോൾ നമ്മൾ കുഞ്ഞുണ്ണീനെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ അവന് ഒരു എന്താ പറയുക, കണ്ണ് തട്ടുക എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ചില സമയത്ത് ആയി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് കാണിക്കാത്തത്. അപ്പം ഞാൻ മറ്റേ ചാനലിൻ്റെ കാര്യം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആരും വിചാരിക്കുകയൊന്നും ചെയ്യണ്ട, ഞാൻ ആ ചാനൽ തുടങ്ങിയതുകൊണ്ട് അതിലാണ് ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കണേ, അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണില്ല എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, മോനെ മോനെ ഇപ്പോൾ കാണാറില്ലല്ലോ, മോനിപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാറില്ലേ, ഇങ്ങനെ ചെയ്തു കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ചാനലിൽ ഇടുന്നത്. ഇതിലും നമ്മൾ
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സാധാരണ പോലെ നടന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിനുമുത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരാനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റിയെടുക്കാനും. അപ്പോൾ അത് പരിപൂർണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പടിയായിട്ട് അതിലൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു, അത് ഞാൻ ഓഫാക്കിയതല്ല കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അത് നമ്മുടെ യൂട്യൂബ് തന്നെ ഓഫാക്കിയതാണ്. കാരണം കുഞ്ഞുങ്ങൾ നമ്മുടെ അൻവിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ രണ്ടുപേരും കൂടുതലായിട്ട് അതിൻ്റെ വന്നത് കൊണ്ട് അത് യൂട്യൂബ് തന്നെ ഓഫാക്കിയതാണേ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിനുകുണ്ട പാട്ടൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മണി പ്ലാന്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ വെള്ളം നിറയ്ക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. രാവിലെ സത്യം പറഞ്ഞ് ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കാമായിട്ട് ജോലി ചെയ്യാൻ പറ്റും അല്ലേ, മക്കളൊക്കെ ഉള്ളവർക്ക്, കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർക്ക്. പക്ഷേ ഈ ഉറക്കം രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് എഴുന്നേൽക്കുന്നതിനൊന്നും മടിയില്ല. കാരണം വിളക്ക് വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തനിയെ എഴുന്നേറ്റ് വരുവേ. അതൊരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളക്ക് വയ്ക്കുമ്പോൾ എന്തോ പോലെയല്ലേ. അത് കാരണം എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ആ ഒരു മടിയില്ല കേട്ടോ. പക്ഷേ ക്ഷീണം കൊണ്ടിങ്ങനെ എന്താ പറയുക എഴുന്നേൽക്കാൻ പറ്റാതെ പോകുന്ന ദിവസങ്ങളാണ് ഇങ്ങനെ ചില സമയത്തൊക്കെ വൈകി പോകുന്നത്. കാരണം രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലേ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ വീട് പണിതിട്ട് ഏറ്റവും അധികം ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നൊരു സ്ഥലം ഈ കിച്ചണാണ് കേട്ടോ. ഞാൻ എപ്പോഴും കുഞ്ഞിനുകുണ്ട അച്ഛനോട് പറയാൻ എനിക്ക് ഇപ്പോഴും ആ ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ അന്ന് കുറേ പറഞ്ഞത് അവിടെ വൈറ്റ് ടൈൽ എടുക്കാമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പിന്നെ അത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺട്രാക്ടറിൻ്റെ നിർബന്ധത്തിനാണ് ആ ബ്ലാക്ക് കളർ ടൈൽ എടുത്തത്. എനിക്കിപ്പോഴും അതൊരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മൊത്തത്തിലൊരു ബ്ലാക്ക് മയമായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആശാത്തി എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് റിമോട്ടൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നേരെ എണീറ്റ് പോകുന്നോളെ കുഞ്ഞിനുമുത്താണെങ്കിൽ ഉറങ്ങിയിട്ട് അവിടെ കിടന്നു. അപ്പോൾ എനിക്ക് വിളക്ക് കാര്യങ്ങളൊക്കെ തേച്ച് വെക്കാനുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് വിളക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞിനുമുത്ത് ഉറങ്ങി കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്നാൽ വിളക്ക് കൊണ്ട് വെച്ചിട്ട് വന്നിട്ടേ എടുത്തുകൊണ്ട് കിടത്തിയേക്കാം. കാരണം ഈ അൻവിക്കുട്ടി അതിൽ കൂടി പരക്കം പാഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിനുകുട്ടനെ ഒന്ന് തോണ്ടാനൊക്കെ ചാൻസ്. ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലൊക്കെ ആയിരിക്കും. കുഞ്ഞിനെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടേ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് അറിയില്ല. അവൾ എഴുന്നേൽക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ കുഞ്ഞിനെ പിടിച്ച് വലിക്കലും മുഖത്തിനിട്ടൊക്കെ വേണമെങ്കിൽ ഒരു അടിയൊക്കെ കൊടുക്കൂട്ടെ. എനിക്കത് ഭയങ്കര വിഷമമാണ് കുഞ്ഞിനെ അങ്ങനെ തോണ്ടാനൊക്കെ പോകുന്നത്. അവനും എന്താ പറയുക സങ്കടം വരും കേട്ടോ പെട്ടെന്ന് അൻവിക്കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇട കൊടുക്കൂല കേട്ടോ, അൻവിക്ക് തോണ്ടാനൊരു അവസരം കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ മുറിയിൽ കൊണ്ട് കിടത്തുകയാണെങ്കിൽ അവിടെ സുഖമായിട്ട് കിടന്ന് ആൾ ഉറങ്ങിക്കോളുവേ. സാധാരണ ഇങ്ങനെയൊക്കെ ഞാൻ ഈ അടുക്കളയുടെ ഈ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് അൻവിക്കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും വന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നതേ റിമോട്ടിൻ്റെ അകത്ത് എന്താണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഓഫായി പോയിട്ട്, അപ്പോൾ അത് റെഡിയാക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് ആളെ. സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ചേച്ചി അമ്മ നമ്മൾ പറയാൻ പറഞ്ഞാൽ ചേച്ചി ചേട്ടൻ അമ്മ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കുഞ്ഞുനുമുത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് അൻവിക്കുട്ടിയോട് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ. അച്ഛൻ്റെ കൈ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് റിമോട്ട് കൊടുത്തതാണ് ആളെ. അപ്പോൾ എന്താ പറയുക, അൻവിക്കുട്ടി എഴുതിയിട്ട് വന്ന് എല്ലാവരും എണീപ്പിച്ചു കേട്ടോ. അൻവിക്കുട്ടി ഇങ്ങനെ പാഞ്ഞെടുക്കുക. അപ്പോൾ തമ്പുരുൻ്റെ മുറിയിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അല്ലേ ഇപ്പോൾ തമ്പുരുവിനെയും പോയി എണീപ്പിച്ചാണ് കേട്ടോ. തമ്പുരുവിനെ അടങ്ങി രാവിലെ അങ്ങനെ പോയി വിളിക്കണത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ. അൻവിക്കുട്ടീനെ ഞാൻ എടുത്തിട്ട് വന്ന് അവിടെ വിളക്ക് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴേ അവിടെ കൊണ്ട് ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. കണ്ണനെ കണ്ടിട്ട് ചങ്കത്ത് കൈവെക്കുന്നു, തൊഴുന്നു, ഭയങ്കര പരിപാടികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അൻവിക്കുട്ടിയുടെ ഈ കുറുമ്പൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും കുറുമ്പ് അച്ഛനും അമ്മമാരും ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും തമ്പുരും നമ്മുടെ കുഞ്ഞിനുമുത്തുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അതിലും ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അൻവിക്കുട്ടിയായിട്ട്. അപ്പോൾ കുഞ്ഞിനുമുത്തിൻ്റെ ഈ ഒരു സമയം നമുക്ക് സങ്കടങ്ങളുടെ കാലമായിരുന്നെങ്കിൽ അൻവിക്കുട്ടിയുടേത് നമുക്ക് സന്തോഷങ്ങളുടെ കാലമാണ്. കുഞ്ഞുണ്ണിയുടെ ഞാൻ സങ്കടങ്ങളുടെ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ മോൻ അതിനൊന്നും വയ്യായിരുന്നില്ല. അവനെപ്പോഴും എന്താ പറയുക, ആ വേദനകളുടെ ഒരു സമയം ഒക്കെ ആയിരുന്നു ഈ സമയമൊക്കെ. ആ വേദനകളുടെ ഒരു കാലമൊക്കെ കുറഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മുടെ സംഗീത് സാറിൻ്റെ അടുത്ത് പോയി പിന്നെ കേട്ടോ. കാരണം നമ്മൾ പല സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ
ഒക്കെ പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ആ കരച്ചിലിനൊരു ശമനം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഞാൻ എവിടെയും പറയൂട്ടെ, കാരണം ചില ആളുകളൊക്കെ പറയാറുണ്ട് അവിടെ വന്നിട്ടല്ലേ ശരിയായത്, ഇവിടെ വന്നിട്ടല്ലേ ശരിയായത്. ശരിയാണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മുടെ സംഗീത സാറിനെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ജോസി സാറിൻ്റെ അടുത്തൊക്കെ നിന്ന സമയത്തും അവന് ഫിസിക്കലി നല്ല മാറ്റം ഉണ്ടായിരുന്നു, മെൻ്റലി നല്ല മാറ്റം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഓക്സിജൻ തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവന് സ്പീച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവന് കരച്ചിലുണ്ടായിരുന്നു, അവന് ആ വേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് അവന് എവിടെയാണ് വേദനിക്കുന്നതെന്ന് കുഞ്ഞിന് പറയാൻ പറ്റുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാനുള്ള ഒരു മരുന്ന് ആ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്നില്ല. അത് ആർക്കും അറിയില്ല. കുഞ്ഞ് നമ്മളോട് തുറന്ന് പറയാത്ത കാലത്തോളം നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്, കുഞ്ഞിന് ഏത് ഭാഗത്താണ് വേദന എന്നൊന്നും നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു തുറന്ന് പറയാത്ത ഒരു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവില്ല അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് അവരൊന്ന് തൊട്ടെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതിന് പോലും പറ്റാത്ത പേരൻസിന് എന്താണെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിനൊരു ശമനം വന്നത് നമ്മുടെ സംഗീത സാറിൻ്റെ ആ ഒരു കൈ കുഞ്ഞിനെ കൊണ്ട് ദേഹത്ത് തലോടിയതിൽ പിന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു സമയം വരെ നമ്മൾ രാത്രിയിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ എത്ര സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്ന്. ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പോലും ഞാൻ പറഞ്ഞില്ല അത്ര നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ ഞാൻ ഉറങ്ങാറേ ഇല്ലാത്ത നാളുകളിൽ നിന്നൊരു മോചനം കിട്ടിയത് സാറ് കുഞ്ഞിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ചാലക്കുടിയിൽ പോകേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. നമ്മൾ പണ്ടേ പോകാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് പോകാൻ തീരുമാനിച്ച സമയത്ത് സാറ് അവിടെ ലീവായിരുന്നു. സാറ് ഓണത്തിൻ്റെ സമയത്ത് ലീവായിരുന്നു. പിന്നെ ആയപ്പോഴത്തേനും ശനി ഞായറും കൂടി ഒന്നിച്ച്, അതായത് സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ച വന്ന ദിവസം നമുക്ക് പോകാൻ പറ്റുള്ളൂ. 2 ദിവസം കിട്ടണമെങ്കിലേ. അതല്ലാതെ ബാങ്കിൽ നിന്ന് ലീവ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവധി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരു വലിയൊരു അവധി വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ അൻവിമോളിൽ തല മൊട്ടയടിക്കാൻ വേണ്ടി പോകണം. ആകെപ്പാടെ എനിക്ക് പ്രാന്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർക്കുകയെ അൻവിക്കുട്ടി ഒന്ന് പെട്ടെന്ന് എൻ്റെ ഒപ്പം ഒന്ന് നടന്നു വന്ന് കുഞ്ഞിനെക്കുട്ടിയെ ഞാൻ എടുത്തിട്ട് പോകുമ്പോഴേ നടന്നു വരുവാൻ ഒരു പരുവത്തിലാവുമായിരുന്നു. ഒന്നും നോക്കാനില്ലായിരുന്നു. കാരണം നേരത്തേക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നല്ലേ. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ എന്നെ കൊണ്ടത് സാധിക്കാത്തത്. കാരണം അൻവിക്കുട്ടി കുഞ്ഞാണ്, കുഞ്ഞിനെക്കുട്ടനെയും എടുത്തിട്ട് പോകണം. അപ്പോൾ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റിന് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ വല്ലപ്പോഴേ പോകുന്നുള്ളെന്ന് പറഞ്ഞാലും അതിൻ്റേതായ മാറ്റങ്ങൾ പിന്നെ നമ്മൾ വീട്ടിലും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ അവർക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ സംഗീത സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. സംഗീത സാറിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയുണ്ട്, റിസൾട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുന്നേ നിന്ന സ്ഥലത്തെ പറ്റി. ഞാൻ അവിടെയും പോയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആ സ്ഥലത്തും പോയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ആ സാറിൻ്റെ അടുത്താണെങ്കിലും നമ്മളോട് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് റിസൾട്ട് കിട്ടിയവരും ഉണ്ട്. പിന്നെ നമുക്ക് പണമാണല്ലോ എല്ലാത്തിനും പ്രധാനം. അപ്പം നല്ല പൈസയുള്ളവർക്കൊക്കെ അവിടെ പോകാം, കാരണം നല്ല റിസൾട്ട് ഉണ്ടാവുകയെ. പിന്നെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിർത്താതെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാരണം അറിയാത്ത രീതിയിലുള്ള കരച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് സാറിൻ്റെ അടുത്ത് പോയി നോക്കിക്കോളൂ കേട്ടോ. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഇതൊരു പ്രൊമോഷനൊന്നും അല്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാറിന് വേണ്ടിയിട്ട് ആരും പറയേണ്ട കാര്യമില്ല. ഒരുപാട് ആളുകൾ അറിഞ്ഞും കേട്ടും ഒക്കെ ചെല്ലുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല. എനിക്ക് എന്താണെങ്കിലും ഉണ്ടായൊരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. കുഞ്ഞിനെ കൊണ്ട് ആ ഒരു വേദന എടുത്തിട്ടുള്ള കരച്ചിൽ. കാരണം സാർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേഹത്തിന് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം, ഞരമ്പ് ചുരുങ്ങി കിടക്കുന്നത് കൊണ്ട്, അതായത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതുകൊണ്ടുള്ള ആ വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പതിയെ മാറിക്കോളുന്നു. നമ്മൾ 1 2 വിസിറ്റിങ്ങിൽ തന്നെ ആ ഒരു വേദനയുടെ ആ ഒരു പ്രശ്നം കുഞ്ഞിന് കുറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമുക്ക് മനസ്സിലായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താതെയുള്ള ആ കരച്ചിൽ കുറഞ്ഞു. പകലെന്നില്ല രാത്രിയെന്നില്ല, ഫുൾ ടൈം കരച്ചിലായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒന്ന് ശ്വാസം പോലും എടുത്ത് വിടാൻ പറ്റാത്ത പോലെ, അതായത് ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി മരിച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയ സമയങ്ങളുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവരും കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കാണുമ്പോഴേ നമുക്ക് അങ്ങനെ പോലും തോന്നിയ സമയങ്ങളുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ
ഞാനിങ്ങനെ പറഞ്ഞു വന്ന് കാട് കയറിപ്പോയി അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിനുകുണ്ടെ അച്ഛനാണെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടി രാവിലെ പോകുന്നുണ്ടേ. അപ്പോൾ ആൾ അതിന് വേണ്ടി പോയതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ട് ആ കളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം തിരിച്ചു വന്നത് അതെനിക്ക് ഉപകാരമായി. അൻവിമോൾ അല്ലെങ്കിൽ എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണ് അതിലൂടെ. ഞാനാണെങ്കിൽ അടിച്ച് തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ആ ഒരു ജോലികൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വിളക്ക് കത്തിക്കുന്ന വരെയുള്ള ജോലികൾ ചെയ്യാനേ. അതിനുശേഷവും ചെയ്യാൻ ഇഷ്ടമല്ലെന്നല്ല. പക്ഷെ മക്കൾ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി അലമ്പ് പിടിച്ച ജോലികളായി പോവുക. തല്ലിപ്പടച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി. എനിക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റും. അൻവിമോൾ എണീറ്റ് വന്നെങ്കിലും കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് അവളെ എടുത്തുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിളക്കൊക്കെ കത്തിച്ച് കുഞ്ഞിന് മൊത്തം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ശേഷം ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഉറങ്ങി എണീറ്റത്. നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും മടിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുഞ്ഞിനെ കൊണ്ട് രാവിലെ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയായിരുന്നേ. കാരണം ഉറക്കം ശരിയാവാത്തതുകൊണ്ട്. ഉറക്കം ശരിയായിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചുമ വരുന്നതിന് കാരണം ഇന്നലെ ഞാൻ കുറേ മുന്തിരിങ്ങ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം അവന് മുന്തിരിങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോഴേ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. പറഞ്ഞു വന്ന് ചെറിയൊരു വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ അത് ഇച്ചിരി നീണ്ടുപോയേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.